അത്രയും സേഫായിട്ട് കൊണ്ടുവന്നു. മാസപ്പടി കേസിൽ റിയാസും കുടുങ്ങുമോ? ഇ ഡി അന്വേഷണം മുൻ മന്ത്രിയിലേക്കും. വീണ വിജയനുമായുള്ള സാമ്പത്തിക ഇടപാടുകളിൽ അന്വേഷണം. ഭർത്താവിന്റെ അക്കൗണ്ടുകളിലേക്ക് വൻ തുക എത്തിയോ എന്ന് പരിശോധന. അല്ല, ഈ പെൺകുട്ടിക്ക് വേറെ എന്തെങ്കിലും പ്രശ്നമാണ്? ചെറുപ്പത്തിന്റെ അഹങ്കാരവും ബോധമില്ലാതെ വേണ്ടാണോ? അതാണ്, ബോധമില്ലായിരിക്കും സാർ. അധിക്ഷേപം തുടർന്ന് ബിനു വാഴമുട്ടം. ഓമല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ആതിരയ്ക്ക് നേരെ സ്ത്രീ വിരുദ്ധ പരാമർശം. ബുദ്ധിയില്ലെന്ന് പരിഹസിച്ച് പാസ്റ്റർ. പ്രാർത്ഥനായോഗങ്ങളിലെത്തുന്ന ഹിന്ദുക്കളെ ബി.ജെ.പി. ഘർ വാപ്പസി നടത്തുന്നുവെന്നും ആരോപണം. പാകിസ്ഥാന് ചുട്ട മറുപടി നൽകിയ അഫ്ഗാനിസ്ഥാൻ. ഇസ്ലാമിക് സ്റ്റേറ്റ് ഭീകരകേന്ദ്രങ്ങളിൽ ആക്രമണം. വൻ നാശനഷ്ടമെന്ന് കാബൂൾ. തിരിച്ചടി. 28 പേരുടെ ജീവനെടുത്ത പാക് വ്യോമാക്രമണത്തിനു പിന്നാലെ. വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. ശബരിമലയിലെ കാര്യങ്ങളിൽ കോടതി ഇടപെടൽ പരിധി വിടുന്നുവെന്ന് കെ മുരളീധരൻ. തീരുമാനത്തിൽ ഹൈക്കോടതി അനാവശ്യമായി ഇടപെടുന്നു. ശബരിമലയിൽ എങ്ങനെ തൊഴണം എന്നതിനുള്ള ഡയറക്ഷൻ പോലും ഹൈക്കോടതിയിൽ നിന്നാണ് വരുന്നത്. സർക്കാർ എതിർപ്പറിയിക്കാത്തത് കോടതിയോടുള്ള ബഹുമാനം കൊണ്ട്. ശബരിമല വികസന കാര്യങ്ങളിൽ സർക്കാരിന് പരിമിതിയുണ്ടെന്നും കെ മുരളീധരൻ സഭയിൽ പറഞ്ഞു. MS വീണ ചേരുന്നു വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി. വീണ, സഭയിലാണ് കെ മുരളീധരന്റെ ഇത്തരത്തിലുള്ള ഒരു പരാമർശം വന്നിരിക്കുന്നത്. ശബരിമലയിലുള്ള ഹൈക്കോടതിയുടെ ഇടപെടൽ പരിധി വിടുന്നുണ്ട്, ബഹുമാനം കൊണ്ടാണ് ഇതുവരെ പ്രതികരിക്കാത്തത് എന്ന തരത്തിലേക്കുള്ള ഒരു പ്രസ്താവനയാണല്ലോ വന്നിരിക്കുന്നത്. ഇത് ഏറെ വിവാദങ്ങൾക്ക് വഴിവെക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഏത് സാഹചര്യത്തിലായിരുന്നു ഇത്തരം പരാമർശങ്ങളിലേക്ക് ദേവസ്വം മന്ത്രി പോയത്? രോഹിണി, നിയമസഭാ സമ്മേളനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസം കൂടിയാണ്. സഭാ സമ്മേളനം ആരംഭിക്കുന്നത് തന്നെ ചോദ്യോത്തര വേളയായിരുന്നു. ചോദ്യോത്തര വേളയിൽ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ, അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം BJP MLA ആയ വി മുരളീധരനാണ് ഉന്നയിച്ചത്. കാരണം ബഡ്ജറ്റിൽ ശബരിമലയെ തിരുപ്പതി മോഡലിൽ വികസിപ്പിക്കുമെന്നായിരുന്നു VD സതീശൻ പ്രഖ്യാപനം നടത്തിയത്. മാത്രമല്ല, ശബരിമല മാസ്റ്റർ പ്ലാനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചകൾ നടക്കുന്നുണ്ടെന്നടക്കം സർക്കാർ അധികാരമേറ്റ ആദ്യ നാളുകളിൽ ഉണ്ടായിരുന്നത്. സർക്കാർ പരിഗണന നൽകുമെന്ന് പറഞ്ഞിരുന്നു. അക്കാര്യങ്ങളിലാണ് വി മുരളീധരൻ ചോദ്യങ്ങൾ ഉന്നയിച്ച. ആ ചോദ്യങ്ങൾക്ക് മറുപടിയായാണ് ദേവസ്വം ആരോഗ്യമന്ത്രിയായ കെ മുരളീധരൻ വിവാദ പ്രസ്താവന നടത്തിയിരിക്കുന്നത്. ശബരിമല കാര്യങ്ങളിൽ സർക്കാരിന്റെ തീരുമാനത്തിൽ കോടതി പരിധി വിട്ട് ഇടപെടുന്നു. ആ തീരുമാനങ്ങളിൽ ഇടപെടൽ അത് വലിയ തരത്തിൽ സർക്കാരിനതിൽ വിയോജിപ്പുണ്ട്. അതായത് ദേവസ്വം വകുപ്പിന് അതിൽ വിയോജിപ്പുണ്ട്. പക്ഷേ അത് തുറന്ന് പ്രകടിപ്പിക്കാതിരിക്കുവാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കോടതിയോടുള്ള ബഹുമാനം കൊണ്ട് മാത്രമാണ്. സർക്കാർ ഒരു തീരുമാനമെടുക്കുമ്പോൾ കോടതി മറ്റൊരു തീരുമാനം എടുക്കുന്നു എന്നുള്ള ന്യായവാദമാണ് അദ്ദേഹം നിരത്തുന്നത്. ഇത് എന്തായാലും വലിയ വിവാദങ്ങൾക്ക് വഴിവെക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം നീതിന്യായ വ്യവസ്ഥയെ പോലും വെല്ലുവിളിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളിലേക്കാണ് ദേവസ്വം മന്ത്രി കടന്നിരിക്കുന്നതെന്ന് ഉറപ്പാണ്. ഒപ്പം തന്നെ ഈ ശബരിമലയിൽ ദർശനം നടത്തുമ്പോൾ ഭക്തർ എങ്ങനെ തൊഴുകണം, കൈകൂപ്പി എങ്ങനെയാണ് തൊഴേണ്ടത് എന്നുള്ള കാര്യത്തിൽ പോലും തീരുമാനമെടുക്കുന്നത് ഹൈക്കോടതിയാണെന്നുള്ള രൂക്ഷ പരാമർശമാണ് നടത്തിയിരിക്കുന്നത്. വലിയ വിവാദമാകുമെന്നുള്ള കാര്യം കൂടി ഉറപ്പാണ്. ദേവസ്വം മന്ത്രി എന്ന നിലയിൽ ഈ ഹൈക്കോടതിയുടെ തീരുമാനങ്ങൾ, അതായത് ശബരിമല സ്വർണ്ണക്കവർച്ച കേസിലടക്കം കോടതിയുടെ നിയന്ത്രണത്തിലുള്ള SIT സംഘം അന്വേഷണം നടത്തുന്നുണ്ട്. ഒപ്പം തന്നെ ബോർഡിന്റെ കാര്യങ്ങളിലടക്കം ദേവസ്വം വകുപ്പിലെ പല കാര്യങ്ങളിലടക്കം ഹൈക്കോടതി കൃത്യമായി നിലപാട് സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ സർക്കാരിന്റെ വീഴ്ചകൾ, അത് മുൻ സർക്കാരിന്റെ വീഴ്ചയാണെങ്കിലും സർക്കാർ മുൻപ് ചൂണ്ടിക്കാട്ടിയിട്ടുള്ളതുമാണ്. ഇത്തരത്തിലാണ് ഈ ശബരിമലയിലെ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളിലാണ് കോടതിയെ പഴി പറഞ്ഞുകൊണ്ട് തങ്ങളുടെ വീഴ്ചകൾ അല്ലെങ്കിൽ തങ്ങൾ ഇതുവരെ സ്വീകരിക്കാത്ത നടപടികൾ മറച്ചു പിടിക്കുവാനുള്ള ശ്രമം, അത് കോടതിയെ വിമർശിച്ചുകൊണ്ട് കോടതിക്കെതിരെ പഴി പറഞ്ഞുകൊണ്ടൊരു നിലപാട് ദേവസ്വം ആരോഗ്യമന്ത്രി സഭയിൽ സ്വീകരിച്ചിരിക്കുന്നത്. എന്തായാലും ഇത് വിവാദങ്ങൾക്ക് വഴിവെക്കുമെന്ന് ഉറപ്പാണ്. കാരണം ഇത്തരത്തിലുള്ള ഒരു ചോദ്യം ചെയ്യുമ്പോൾ കോടതിയുടെ തീരുമാനങ്ങളെയും കോടതി എടുക്കുന്ന തീർപ്പുകളിലും ഇത്തരത്തിലുള്ള അപഹാസ്യകരമായിട്ടുള്ള അല്ലെങ്കിൽ വിമർശനകരമായിട്ടുള്ള ഒരു മറുപടി, ഒരു വിമർശനം ദേവസ്വം മന്ത്രിയുടെ ഭാഗത്തു ഉണ്ടാകുമ്പോൾ അത് കോടതിയോടുള്ള വെല്ലുവിളിയാണ്. ഒപ്പം തന്നെ അച്ചടക്ക ലംഘനത്തിന്റെ ഭാഗം കൂടിയാണ്. നീതിന്യായ വ്യവസ്ഥയെ പോലും വെല്ലുവിളിക്കാൻ സർക്കാർ തയ്യാറാകുന്നു, മന്ത്രി തയ്യാറാകുന്നു എന്നതിന്റെ ഉദാഹരണം കൂടിയാണ് കെ മുരളീധരന്റെ വാക്കുകളിൽ നിന്ന് പ്രകടമാകുന്നത്. രോഹിണി, ശരി. MS വീണയാണ് വിവരങ്ങൾ നൽകിയത്. സഭയിലെ കെ മുരളീധരന്റെ പരാമർശം നമുക്കൊന്ന് കേൾക്കാം. ശബരിമലയുടെ കാര്യത്തിൽ എല്ലായ്പ്പോഴും ഹൈക്കോടതിയുടെ നിർദ്ദേശങ്ങൾ പലപ്പോഴും സർക്കാർ തീരുമാനങ്ങൾക്കും ദേവസ്വം ബോർഡ് തീരുമാനങ്ങൾക്കും എതിരായിട്ടാണ് പലപ്പോഴും വരുന്നത്. ഇപ്പോൾ ശബരിമലയിൽ എങ്ങനെ തൊഴുകണം എന്നുള്ള ഡയറക്ഷൻ പോലും ഹൈക്കോടതിയിൽ നിന്നാണ് വരുന്നത്. അത് കോടതിയോട് ബഹുമാനമുള്ളതുകൊണ്ട് നമ്മൾ പ്രതികരിക്കുന്നില്ല എങ്കിലും
മറ്റൊരു വളരെ പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോവുകയാണ്. ഹൈന്ദവ ക്ഷേത്ര നഗരിയായ ഗുരുവായൂരിനെ സമൂഹ മാധ്യമങ്ങളിലൂടെ അപമാനിക്കാൻ ശ്രമം. അനാശാസ്യ പ്രവർത്തനത്തിന് ഗുരുവായൂരിൽ വാടകയ്ക്ക് സ്ഥലം എന്ന രീതിയിലാണ് പ്രചാരണം. തിരുവനന്തപുരം സ്വദേശിയുടെ ഹോട്ടലിന്റെ പരസ്യമാണ് ഗുരുവായൂരിനെ അപമാനിക്കുന്ന രീതിയിൽ ചിത്രീകരിച്ചത്. മാധവി എന്ന ഇൻസ്റ്റഗ്രാം പേജിലാണ് വീഡിയോ പ്രചരിക്കുന്നത്. വീഡിയോയ്ക്കെതിരെ വ്യാപക പ്രതിഷേധവും ഉയരുകയാണ്. മായി 2 മണിക്കൂർ ചെസ്സൊക്കെ കളിച്ചിരിക്കാൻ പറ്റിയൊരു സ്ഥലം കാണിച്ചു തരട്ടെ ഗുരുവായൂരിൽ. അതും വരും 349 രൂപയ്ക്ക്. ഇനി 2 മണിക്കൂർ കൊണ്ട് നിങ്ങളുടെ കളി കഴിഞ്ഞില്ല എന്ന് വിചാരിക്കാം. 6 മണിക്കൂറിന് വരും 399 രൂപയുള്ളൂ. ഇനിയിപ്പോ 6 മണിക്കൂർ കൊണ്ട് കളിച്ചു കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട, ഫുൾ ഡേറ്റ് ഇവിടെ വരും 999 ഉള്ളൂ കേട്ടോ. പിന്നെ പ്രൈവസിയുടെ കാര്യത്തിൽ ഒരു പേടിയും പേടിക്കണ്ട കേട്ടോ, നല്ല പ്രൈവസി ഉണ്ട് ഇവിടെ. ഇവിടെ റൂംസ് ഒക്കെ നല്ല ക്ലീൻ ആണ് കേട്ടോ. TV, വൈഫൈ, ഹോട്ട് വാട്ടർ എല്ലാം അവൈലബിൾ ആണ്. ഇവിടെ നിങ്ങളുടെ വണ്ടി പാർക്ക് ചെയ്യാനൊക്കെ ഒരുപാട് സ്പേസ് ഉണ്ട് കേട്ടോ. അപ്പൊ ഹോട്ടൽ ഗോകുൽ രമേശ് ചേരുന്നു വാർത്തയുടെ വിവരങ്ങളുമായി. ഗോകുൽ, ഒരു ഹോട്ടലിന്റെ പരസ്യം എന്നുള്ള തരത്തിലാണ് ഇത് ഇൻസ്റ്റഗ്രാം പേജിലൂടെ പ്രചരിക്കുന്നത്. പക്ഷേ കൃത്യമായി തന്നെ അതൊരു അനാശാസ്യത്തിന് ഉള്ള ഒരു പ്രേരണയാണ്, അല്ലെങ്കിൽ അതിലേക്ക് ക്ഷണിക്കുകയാണെന്നുള്ളത് കൃത്യമായി തന്നെ ആ വീഡിയോ കാണുന്ന ഏവർക്കും മനസ്സിലാകും. പക്ഷേ അവർ പറയുന്നത് ഹൈന്ദവ ക്ഷേത്ര നഗരിയായ ഗുരുവായൂരിനെ ആയുധമാക്കുന്നു എന്നുള്ളതാണ്. അതായത് അനാശാസ്യ പ്രവർത്തനത്തിന് ഗുരുവായൂരിൽ വാടകയ്ക്ക് സ്ഥലം എന്നുള്ള രീതിയിൽ തന്നെയാണ് ഈ പ്രചരണം നടത്തുന്നത്, അല്ലെ? കൃത്യമായ ആ വീഡിയോയുടെ ഉള്ളടക്കം ഏത് രീതിയിലാണ് പറയുന്നത്? തന്നെയാണ്. അതായത് ഹൈന്ദവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിലൊന്നാണ്, അല്ലെങ്കിൽ പുണ്യനഗരങ്ങളിലൊന്നാണ് ഗുരുവായൂർ എന്ന് പറയുന്നത്. ഗുരുവായൂരിന് അത്രമാത്രം പ്രാധാന്യം ഹൈന്ദവ വിശ്വാസികൾ കൽപ്പിച്ച് നൽകുന്നുണ്ട്. ആ ഒരു ക്ഷേത്ര നഗരിയെ മനഃപൂർവ്വമായിട്ട് അപമാനിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ രീതിയിലുള്ള ചില നീക്കങ്ങൾ നടക്കാൻ തുടങ്ങിയിട്ട് കുറേ നാളുകളായി എന്ന് നമുക്ക് ബോധ്യമുള്ളതാണ്. പ്രത്യേകിച്ച് സമീപ ദിവസങ്ങളിലൊക്കെയായി തന്നെ ഗുരുവായൂരിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് പല വിവാദങ്ങളും സൃഷ്ടിക്കുവാൻ വേണ്ടി ഒരു വിഭാഗത്തിൻ്റെ ഭാഗത്തു നിന്നും മനഃപൂർവ്വമായിട്ടുള്ള ശ്രമങ്ങൾ നടക്കുന്നതായിട്ടുള്ള വിവരങ്ങളും വാർത്തകളും ഒക്കെ പുറത്തു വന്നിരുന്നതാണ്. അതിൻ്റെ തുടർച്ചയെന്നോണം തന്നെയാണ് ഇപ്പോൾ ഈ രീതിയിലൊരു അപവാദ പ്രചരണം ഗുരുവായൂർ ക്ഷേത്ര നഗരിയെ മനഃപൂർവ്വമായിട്ടൊരു വിവാദ കേന്ദ്രമാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പരസ്യ ചിത്രീകരണം നടത്തിയിരിക്കുന്നത്. പ്രത്യേകിച്ച് അതിൽ കണ്ടന്റായിട്ട് പ്രധാനമായിട്ടും വന്നിരിക്കുന്നത് ഈ ഗുരുവായൂർ ക്ഷേത്ര നഗരിയെ ഒരു അനാശാസ്യ കേന്ദ്രമാക്കി മാറ്റുന്നു എന്നുള്ള രീതിയിലാണ്. അനാശാസ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഗുരുവായൂരിൽ സ്ഥലം വാടകയ്ക്ക് ലഭിക്കുന്നു, മുറികൾ വാടകയ്ക്ക് ലഭിക്കുന്നു, അത് മണിക്കൂർ കണക്കിന് വാടകയ്ക്ക് ലഭിക്കുന്നു എന്നുള്ള രീതിയിലുള്ള ഒരു തീർത്തും അപഹാസ്യമായിട്ടുള്ള, അല്ലെങ്കിൽ വളരെ വിദ്വേഷം നിറഞ്ഞ ഒരു റീലാണ്, ഇൻസ്റ്റഗ്രാം റീലാണ് ഈ വീഡിയോ ആയിട്ട് ചിത്രീകരിച്ചിരിക്കുന്നത്. പ്രധാനമായിട്ടും മാധവി എന്ന് പറയുന്ന ഇൻസ്റ്റഗ്രാം പേജിലൂടെയാണ് ഈ റീല് പ്രചരിപ്പിച്ചിരിക്കുന്നത്. ഇതിൽ പറയുന്ന ആ ഹോട്ടലിൻ്റെ ഉടമസ്ഥൻ എന്ന് പറയുന്നത് തിരുവനന്തപുരം സ്വദേശിയാണ് എന്നുള്ളതാണ് നമുക്ക് അന്വേഷിച്ചപ്പോൾ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. അയാളുടെ നേതൃത്വത്തിലുള്ള ഗുരുവായൂർ ക്ഷേത്രത്തിന് സമീപമുള്ള ഹോട്ടലിൽ ഇത്തരത്തിൽ അനാശാസ്യ പ്രവർത്തനം നടത്താൻ വേണ്ടി പരസ്യമായിട്ട് ആളുകളെ ക്ഷണിക്കുന്ന രീതിയിലാണ് ആ വീഡിയോയുടെ കോണ്ടന്റ് ഉള്ളത് എന്നുള്ളതാണ് നമുക്കത് കാണുമ്പോൾ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. ഇത് തീർത്തും ഗുരുവായൂർ എന്നുള്ള ആ നഗരത്തെ അപമാനിക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ മാത്രം ഇറക്കിയതാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അത് കേൾക്കുമ്പോൾ തന്നെ ഏവർക്കും അത് കൃത്യമായിട്ട് ബോധ്യമാകും. വളരെ മോശമായിട്ടുള്ള ദ്വയാർത്ഥ പ്രയോഗങ്ങൾ നടത്തിക്കൊണ്ടാണ് ആ റീലിലെ ആശയങ്ങൾ പ്രചരിപ്പിച്ചിരിക്കുന്നത്. പ്രധാനമായിട്ടും മുമ്പും സമാനമായിട്ട് ഗുരുവായൂരിനെ അപമാനിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ രീതിയിലുള്ള നീക്കങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. തുളസിത്തറയെ അപമാനിക്കുന്ന ഒരു മുസ്ലിം വിശ്വാസിയുടെ വീഡിയോയൊക്കെ കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഗുരുവായൂർ കേന്ദ്രമാക്കിക്കൊണ്ട് അത് വലിയമായിട്ട് പ്രചരിക്കുകയും വലിയ വിവാദങ്ങൾ ഉണ്ടാവുകയും ഒക്കെ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ പല രീതിയിൽ ഗുരുവായൂർ എന്ന് പറയുന്ന നഗരത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട് വിവാദങ്ങൾ സൃഷ്ടിക്കുവാൻ വേണ്ടി ജിഹാദികളും അതോടൊപ്പം തന്നെ മറ്റൊരു വിഭാഗവും ചേർന്നുകൊണ്ട് ഈ രീതിയിലുള്ള ശ്രമങ്ങൾ മനഃപൂർവ്വമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നു. അത് ഗുരുവായൂരിനെ മാത്രമല്ല, പ്രത്യേകിച്ച് ഹൈന്ദവ പ്രാധാന്യമുള്ള നഗരങ്ങളെയും ക്ഷേത്രങ്ങളെയും തീർത്ഥ സ്ഥാനങ്ങളെയും ഒക്കെ കേന്ദ്രീകരിച്ചുകൊണ്ട് അവിടങ്ങൾ വിവാദ കേന്ദ്രമാക്കി മാറ്റിക്കൊണ്ട് വലിയ രീതിയിലുള്ള വിധ്വംസക പ്രവർത്തനങ്ങൾക്കൊക്കെ നേതൃത്വം നൽകുന്ന ഒരു കാലഘട്ടം കൂടിയിട്ടാണ് ഈ കാലഘട്ടം എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ശബരിമലയായാലും കർണാടകയിലെ ധർമ്മസ്ഥല പോലെയുള്ള കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടൊക്കെ ആണെങ്കിലും മനഃപൂർവ്വമായിട്ട് വിവാദങ്ങൾ സൃഷ്ടിക്കുക എന്നുള്ള ഒരു നെറേറ്റീവ് ഇവിടെ സൃഷ്ടിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇപ്പോൾ ഒടുവിലായിട്ട് പുറത്തിറങ്ങിയിട്ടുള്ള ഈ വീഡിയോയും അതുതന്നെയാണ് അതിൻ്റെ ഉദ്ദേശം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്തായാലും ഈ അനാശാസ്യ പ്രവർത്തനങ്ങൾക്ക് പരസ്യമായിട്ട് ഗുരുവായൂരിലേക്ക് ആളുകളെ ക്ഷണിക്കുന്ന ഈ ഒരു വീഡിയോയ്ക്കെതിരെ വ്യാപകമായിട്ട് സമൂഹ മാധ്യമങ്ങളിലടക്കം പ്രതിഷേധവും ശക്തമായിരിക്കുകയാണ്. ഹൈന്ദവ സംഘടനകളുടെയും നേതാക്കളുടെയും നേതൃത്വത്തിൽ ഈ വിഷയത്തെ വളരെ ഗൗരവപൂർണ്ണമായിട്ട് ഏറ്റെടുത്തിട്ടുണ്ട്. ആ വീഡിയോ